ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞാൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ടാങ്ക് ലീക്ക് പറഞ്ഞിട്ടുണ്ട്, പെട്രോൾ ലീക്ക്, അതേപോലെ ഫ്രണ്ട് ഷോക്ക് ഓബ്സർ ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, ബ്രേക്ക് ചെക്കപ്പ്, ഹെഡ്ലൈറ്റ് ചെക്കപ്പ്, ഇത്രയും കേസ് മെയിനായിട്ട് പറഞ്ഞേക്കണം വർക്ക് കേട്ടോ. നമുക്കതിൻ്റെ ബ്രേക്കിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, ബ്രേക്ക് ടൈറ്റ് ചെയ്താൽ ക്ലിയർ ആയിക്കോളും. പിന്നെ പെട്രോൾ ലീക്കാണ് കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നത്. പെട്രോൾ ലീക്കിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ടാങ്കിൽ നിന്ന് കാർബറേറ്ററിലേക്ക് വരുന്ന പെട്രോൾ പൈപ്പ് പൊട്ടിപ്പോയതാണ് കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്രോൾ പൈപ്പ് മാറ്റി കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. കാർബറേറ്ററിൻ്റെ ഭാഗത്ത് വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല. നിലവിൽ നമ്മൾ പെട്രോൾ പൈപ്പ് മാറ്റിയിട്ടാണ് ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് മൊത്തം ഹെഡ്ലൈറ്റും കവറൊക്കെ പൊട്ടിക്കിടക്കാണ്. തൽക്കാലം ടൈ ഇട്ടിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ശരിയാവില്ല. ഈ കവറും ഹെഡ്ലൈറ്റ് അസംബ്ലി മാറ്റാതെ കൊണ്ട് കംപ്ലയിൻറ്റ് മാറില്ല. ഞാനിപ്പോൾ ഇവിടെ ടൈ കൊടുത്തിട്ട് വലിയ അലമ്പില്ലാത്ത രീതിയിലേക്ക് വെച്ചിട്ടുണ്ട്, വലിയ ഇളക്കമില്ലാത്ത രീതിയിലേക്ക്, അതല്ലെങ്കിൽ ഇടയ്ക്ക് ചാടി പോകും. പിന്നെ ഫ്രണ്ട് ഷോക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഷോക്ക് അബ്സർ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് വേണമെങ്കിലുണ്ടല്ലോ, അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗം അഴിച്ചിട്ട് നമുക്ക് ഈ ഷോക്കിൻ്റെ ഗ്രീൻ ബുഷ് മാറ്റിക്കഴിഞ്ഞാൽ വലിയ അടി കുറവായി കിട്ടും. ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഫുള്ള് ചെയ്യേണ്ടി വരുമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ ഷോക്ക് അബ്സർ കംപ്ലയിൻ്റ് ഉണ്ട്, ലിങ്ക് ബുഷ് കംപ്ലയിൻ്റ് ഉണ്ട്, കോൺസെറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ചെയ്യുകയാണെങ്കിൽ ക്ലിയറായിട്ട് ഫുള്ളായിട്ട് ചെയ്താലാണ് അത് റെഡി ആവുള്ളൂ. തൽക്കാലം നമുക്ക് വേണമെങ്കിൽ ഈ ഗ്രീൻ ബുഷ് മാത്രം മാറ്റിയിട്ട് ആ വലിയ അടി കുറയ്ക്കാനായിട്ട് പറ്റും. എന്നിട്ട് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ചെയ്യണമായിരിക്കും ബെറ്റർ കേട്ടോ. ഇപ്പം നിലവിൽ ഫ്രണ്ട് ഷോക്ക് പോയി കിടക്കുമ്പോൾ ആക്ഷൻ കൂടുതലായിരിക്കും, ഷോക്ക് ബുഷുകൾ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും, മറ്റേ ഹാൻഡിൽ ബെയറിങ് അതായത് കോൺസെപ്റ്റ് കംപ്ലയിൻറ്റ് വരും. അതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്റ്റാണ് ഈ ഫൈബർ ബോഡിക്ക് ഷെയ്ക്ക് വന്നിട്ട് പൊട്ടിപ്പോണത് കേട്ടോ. ഇതെല്ലാനും ഒറ്റ കാരണമാണ് മെയിനായിട്ട്. അപ്പോൾ ഷോക്ക് അബ്സർ തൽക്കാലം ഗ്രീൻ ബുഷ് മാറ്റിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഇനി അതെല്ലാം മാറ്റാനായിട്ട് ഉദ്ദേശിക്കേണ്ടി പറയാം, നമുക്ക് അതിനനുസരിച്ചൊരു എസ്റ്റിമേറ്റ് അഡീഷണലായിട്ട് പറയാം. ബാക്കിലത്തെ ഷോക്ക് അബ്സറും കംപ്ലയിൻ്റ് ഉണ്ട്, തൽക്കാലം അത് അങ്ങനെ കിടന്ന് ഓടട്ടെ, ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ വലിയ മോശമായിട്ട് തോന്നണില്ല, നല്ല ഓയിലാണ് കേട്ടോ. അപ്പോൾ ലെവല് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഇപ്പോൾ നമുക്ക് നിലവിൽ ഉള്ളൊരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇടാം. നോക്കിയിട്ട് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഇനി അതേപോലെ തന്നെ ഫ്രണ്ട് ഷോക്ക് കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതിൻ്റെ അത് കൃത്യമായിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അഡീഷണലായിട്ട് നമുക്ക് പറയാം. ഫ്രണ്ട് ഹെഡ്ലൈറ്റ് മൺകാട് ഹെഡ്ലൈറ്റ് ഫ്രണ്ട് കവറൊക്കെ ഡാമേജാണ്, പൊട്ടിയേക്കുന്നതുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ രീതികളെ അത് ഈ കളർ ഇതായതുകൊണ്ട് നമ്മളത് ബുക്ക് ചെയ്തൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. നേരെ മറിച്ച് അല്ലാതെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഞാൻ ഫസ്റ്റ് ഇടാം. മറ്റേപാട് ഫുള്ളായിട്ട് അഴിച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അഡീഷണലായിട്ട് നമ്മൾ ഇട്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. എന്തായാലും വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം, എന്നിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഓക്കെ.